സിനിമ തുടങ്ങുന്നത് റിവയുടെ കുടുംബത്തിന്റെ പഴയ കഥയിലൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സിംഗർ ജീവിച്ചിരുന്നു. പാട്ടും ഡാൻസുമായി എല്ലാവരുടെയും സ്നേഹം നേടിയ ആളായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ലോകം മുഴുവനും അറിയപ്പെടണമെന്ന സ്വപ്നവുമായി ഭാര്യ ഇമൽഡയെയും കുഞ്ഞുമകൾ കൊക്കോയെയും വിട്ട് അദ്ദേഹം യാത്ര തിരിച്ചു. പക്ഷേ ആ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഒരിക്കലും വീട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല. കുറച്ചു കാലം കാത്തിരുന്ന ഇമൽഡ ഒടുവിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഇനി മകളുടെ ഭാവിയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ അവരൊരു ഷോ ബിസിനസ് തുടങ്ങി. അങ്ങനെ വീട്ടിൽ മ്യൂസിക് വേണ്ടാന്നൊരു നിയമവും വന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ കഥ എത്തിയത് നമ്മുടെ ലിറ്റിൽ ഹീറോ മിഗേലിലേക്കാണ്. പ്രായമായ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ കൊക്കോയുടെ കൂടെ സമയം ചെലവഴിക്കുന്നതാണ് അവരുടെ ഫേവറേറ്റ് ഹോബി. കൊക്കോയ്ക്ക് മെമ്മറി കുറച്ച് വീക്കായിരുന്നെങ്കിലും മിഗേലിനെ കണ്ടാൽ മാത്രം ആ മുഖത്തൊരു ചിരി തെളിയും. വീട്ടിലെ ബോസ് അബിലിറ്റി ആയിരുന്നു. വീട്ടിൽ എന്ത് നടക്കണം എന്ത് നടക്കരുത് അവസാന തീരുമാനം എല്ലാം അവരുടേതായിരുന്നു. പ്രത്യേകിച്ച് മ്യൂസിക്. ആ പേര് കേട്ടാൽ പോലും അവർക്ക് ദേഷ്യം വരുമായിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. ഇമൽഡയുടെ ഭർത്താവ് മ്യൂസിക്കിന്റെ പിന്നാലെ പോയി കുടുംബത്തെ വിട്ടതു മുതൽ ആ വീട്ടിലെ എല്ലാവർക്കും മ്യൂസിക്കിനോട് വെറുപ്പായിരുന്നു. പക്ഷെ ആ വീട്ടിൽ ഒരാൾ മാത്രം വേറെ രീതിയിലായിരുന്നു ചിന്തിച്ചത്. നമ്മുടെ മിക്ക ആരും അറിയാതെ ഗിത്താർ വായിക്കുമായിരുന്നു അവൻ. പാട്ടുപാടും. ഒരു ദിവസം ലോകം അറിയുന്നൊരു വലിയ സിംഗർ ആകണമെന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പോഴാണ് 1942 നടന്നൊരു സംഭവം പറയുന്നത്. പ്രശസ്ത സിംഗർ ഏണസ്റ്റ് ഒരു മ്യൂസിക് ഫെസ്റ്റിവലിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നൊരു വലിയ ബെല്ല് വീണുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ വീണ് മരിക്കുകയാണ്. പക്ഷേ മരണത്തിന് ശേഷവും ആളുകളുടെ മനസ്സിൽ അദ്ദേഹം വലിയൊരു ലെജൻഡ് തന്നെയായിരുന്നു. മിഗേലും ഏണസ്റ്റോയുടെ വലിയ ഫാനായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മെമ്മോറിയലിൽ പോയി ഫോട്ടോയും ഗിത്താറും നോക്കി അവൻ നിൽക്കുമായിരുന്നു. ഒരു ദിവസം ഒരു ഗിറ്റാറിസ്റ്റിന്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്നതിനിടെയാണ് മിഗേൽ തന്റെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞത്. അത് കേട്ട ആ ഗിറ്റാറിസ്റ്റ് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ അവനെ എൻകറേജ് ചെയ്തു. വേണമെങ്കിൽ സ്വന്തം ഗിത്താറും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനിടയിലാണ് അബേലിറ്റ് അവിടെ എത്തുന്നത്. മിഗേൽ വീണ്ടും മ്യൂസിക്കിന്റെ പിന്നാലെ നടക്കുന്നത് കണ്ടതും അവർക്ക് ദേഷ്യം വന്നു. ആ ഗിറ്റാറിസ്റ്റിനോട് വഴക്കിട്ട ശേഷം മിഗേലിനെയും കൂട്ടി അവർ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം മിഗേൽ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു. ഇന്ന് നടക്കുന്ന ടാലന്റ് ഷോയിൽ പങ്കെടുക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ അത് കേട്ട അബേലിറ്റ് അത് സമ്മതിച്ചില്ല. കാരണം ഇന്നായിരുന്നു അവരുടെ ആൻസിസ്റ്റേഴ്സിനെ ഓർക്കുന്ന ദിവസം. അതുകൊണ്ട് മിഗേൽ എവിടെയും പോകാൻ പാടില്ലെന്ന് അവർ പറഞ്ഞു. പക്ഷേ മ്യൂസിക്കിനോടുള്ള അവന്റെ ആഗ്രഹം അത്ര എളുപ്പത്തിൽ മാറിയിരുന്നില്ല. എല്ലാവരും തിരക്കിലായിരുന്ന സമയത്ത് മിഗേൽ അവിടെ നിന്ന് ഒളിച്ചിറങ്ങി തന്റെ ഗിത്താർ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ടിവിയിൽ ഏണസ്റ്റോയുടെ വാക്കുകൾ കേട്ടപ്പോൾ മിഗേലിന് കൂടുതൽ കോൺഫിഡൻസ് വന്നു. എന്തായാലും ടാലന്റ് ഷോയിൽ പങ്കെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷേ വീട്ടിൽ നിന്നും ഗിത്താർ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതൊരു പ്രശ്നമായി. ഒടുവിൽ ആരും അറിയാതെ അവൻ ആ ഗിത്താർ ഒളിപ്പിക്കേണ്ടി വന്നു. അതേസമയം കുടുംബത്തോട് സംസാരിക്കുമ്പോൾ മിഗേൽ ഒരു കാര്യം തുറന്നു പറഞ്ഞു. തനിക്ക് ഷോ മേക്കർ ആകാൻ ആഗ്രഹമില്ലെന്നും ഒരു മ്യൂസീഷ്യൻ ആകാനാണ് തന്റെ സ്വപ്നമെന്നും അവൻ തുറന്നു പറഞ്ഞു. അത് കേട്ടതോടെ വീട്ടിലെ എല്ലാവർക്കും ദേഷ്യം വന്നു. അപ്പോഴാണ് മിഗേലിന്റെ പെറ്റ് ഡോഗ് മേശപ്പുറത്തിരുന്ന ഭക്ഷണം എടുത്തത്. അത് തടയാൻ ഓടിയ മിഗേൽ അബദ്ധത്തിൽ ഒരു പഴയ ഫാമിലി ഫോട്ടോ താഴെ വീഴ്ത്തി. ഫോട്ടോ എടുത്തു നോക്കിയപ്പോഴായിരുന്നു മിഗേൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ ചിത്രത്തിൽ കൊക്കോയുടെ അച്ഛന്റെ കയ്യിൽ ഒരു ഗിത്താർ ഉണ്ടായിരുന്നു. അത് കണ്ടതോടെ മിഗേലിന് ഒരു സംശയം തോന്നി. തന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആ മ്യൂസീഷ്യൻ മറ്റാരുമല്ല, തന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചു. സന്തോഷം കൊണ്ട് മിഗേൽ വീടിന്റെ മേൽക്കുരയിൽ കയറി താനും അദ്ദേഹത്തെ പോലൊരു വലിയ സിംഗർ ആകുമെന്ന് ഉറക്കെ പറഞ്ഞു. പക്ഷെ ആ കാര്യം വീട്ടുകാർക്ക് ഇഷ്ടമായില്ല. വഴക്ക് കൂടിയപ്പോൾ അബേലിറ്റ മിഗേലിന്റെ ഗിത്താർ എടുത്ത് തകർത്തു. അത് കണ്ട മിഗേൽ വളരെയേറെ വിഷമിച്ചു. ദേഷ്യത്തിൽ ഇനി താൻ ഈ കുടുംബത്തിന്റെ ഭാഗമല്ലെന്നും പറഞ്ഞ് അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് അവൻ നേരെ പോയത് ടാലന്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പേര് രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ ഗിത്താർ ഇല്ലാതെ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവനോട് പറഞ്ഞു. മറ്റുള്ളവരോട് ഗിത്താർ ചോദിച്ചെങ്കിലും ആരുടെയും കയ്യിൽ എക്സ്ട്രാ ഗിത്താർ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഏണസ്റ്റോയുടെ മെമ്മോറിയൽ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്ന ഗിത്താർ എടുത്താൽ മാത്രം തനിക്ക് സ്റ്റേജിൽ കയറാൻ കഴിയുമെന്ന് മിഗേൽ കരുതി. അങ്ങനെ ആരും കാണാതെ അവൻ മെമ്മോറിയലിലേക്ക് കയറി. സോറി, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഏണസ്റ്റോയുടെ ഗിത്താർ എടുത്തു. പക്ഷേ ആ ഗിത്താർ വായിച്ച നിമിഷം മുതൽ മിഗേലിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ഗിത്താർ വായിച്ചതിന് ശേഷം മിഗേലിന് ചുറ്റുമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മാറി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവനെ കാണാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷേ മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്ക് മിഗേലിനെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ മിഗേൽ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. പക്ഷേ പുറത്തേക്ക് വന്നപ്പോൾ അവൻ കണ്ട കാഴ്ചകളെല്ലാം വ്യത്യസ്തമായിരുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ലോകമല്ലായിരുന്നു അത്. ചുറ്റും സ്കെലിറ്റൻസ്, വിചിത്രമായ ക്രിയേച്ചേഴ്സ്, ആത്മാക്കൾ എല്ലാമുള്ള മറ്റൊരു ലോകം. മിഗേൽ അത്ഭുതത്തോടെ എല്ലാം നോക്കി നിന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. താൻ മരിച്ചവരുടെ ലോകത്താണ് എത്തിയതെന്ന്. അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും മുന്നിലുള്ള വലിയ ബ്രിഡ്ജ് കടക്കാൻ അവന് കഴിഞ്ഞില്ല. അതിനിടയിൽ മിഗേലിന്റെ മരിച്ചുപോയ കുടുംബാംഗങ്ങൾ അവനെ കണ്ടെത്തി. അവർ അവനെ കൂട്ടിക്കൊണ്ടൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ മരിച്ചവർക്ക് അവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ സ്കാൻ ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തുള്ള ഓഫ്രണ്ടയിൽ സ്വന്തം ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ബ്രിഡ്ജ് കടക്കാൻ കഴിയൂ.
ഇമൽഡയുടെ ഫോട്ടോ സ്കാൻ ചെയ്യാൻ നോക്കിയപ്പോൾ അത് ശരിയായില്ല. കാരണം മിഗേൽ അവളുടെ ഫോട്ടോ വീട്ടിൽ നിന്നും എടുത്തു കൊണ്ടുവന്നിരുന്നു. ഇതോടെ ഇമൽഡ മിഗേലിനോടൊരു കാര്യം പറഞ്ഞു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻ ഭൂമിയിലേക്ക് തിരികെ പോകണം, അല്ലെങ്കിൽ അവനും മരിച്ചവരുടെ ലോകത്തിൽ തന്നെ തുടരേണ്ടി വരും. അങ്ങനെ ഇമൽഡ ഒരു ഫ്ലവർ പെറ്റലെടുത്ത് മിഗേലിന് ബ്ലെസ്സിങ്സ് നൽകി. വീട്ടിലേക്ക് തിരികെ പോകണമെന്നും അതിനുശേഷം മ്യൂസിക് ഒരിക്കലും തിരഞ്ഞെടുക്കരുതെന്നും അവൾ പറഞ്ഞു. മിഗേൽ ആ ബ്ലെസ്സിങ് സ്വീകരിച്ചു. അടുത്ത നിമിഷം അവൻ വീണ്ടും ഭൂമിയിലെത്തി. എല്ലാം സാധാരണ പോലെയായി. പക്ഷേ ഏണസ്റ്റോയുടെ ഗിത്താർ വീണ്ടും കയ്യിലെടുത്തപ്പോൾ അതേ കാര്യം വീണ്ടും സംഭവിച്ചു. അവൻ വീണ്ടും മരിച്ചവരുടെ ലോകത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി കണ്ടീഷനുള്ള ബ്ലെസ്സിങ് തനിക്ക് വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. മ്യൂസിക് ഉപേക്ഷിക്കാതെ തന്നെ തിരികെ പോകാൻ സഹായിക്കുന്ന ബ്ലെസ്സിങ് ആയിരുന്നു അവന് വേണ്ടത്. പക്ഷേ കുടുംബത്തിലെ ആരും അതിന് തയ്യാറായില്ല. അതോടെ മിഗേൽ അവിടെ നിന്ന് ഓടിപ്പോയി. അവനെ കണ്ടെത്താൻ ഇമൽഡ തന്റെ സ്പിരിറ്റ് അനിമലിനെ പിന്നാലെ അയച്ചു. അപ്പോഴാണ് ഓടിക്കൊണ്ടിരുന്ന മിഗേൽ ഹെക്ടർ എന്ന സ്കെൽറ്റനെ കണ്ടുമുട്ടിയത്. അവരുടെ ആ കണ്ടുമുട്ടൽ മിഗേലിന് തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള പല സത്യങ്ങളും മനസ്സിലാക്കാൻ കാരണമായി. ഹെക്ടറിനെ കണ്ട മിഗേൽ ആദ്യം പേടിച്ചുപോയി. പക്ഷെ കുറച്ച് സംസാരിച്ചതോടെ ഹെക്ടർ ഒരു കാര്യം മനസ്സിലാക്കി. മിഗേലിന് ജീവിച്ചിരിക്കുന്ന ലോകത്തേക്ക് തിരികെ പോകണം. അതും തന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ ഏണസ്റ്റോയെ കാണണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അപ്പോഴാണ് ഹെക്ടർ ഒരു ഡീൽ മുന്നോട്ട് വെച്ചത്. താൻ മിഗേലിനെ ഏണസ്റ്റോയുടെ അടുത്തെത്തിക്കാം. പകരം മിഗേൽ ഭൂമിയിലേക്ക് തിരികെ പോയാൽ തന്റെ ഫോട്ടോ ഓഫ്രണ്ടയിൽ വെക്കണം. മിഗേൽ ആ ഡീൽ സമ്മതിച്ചു. പക്ഷേ പ്രശ്നമൊന്നായിരുന്നു. മരിച്ചവരുടെ ലോകത്ത് ഏണസ്റ്റോയെ കാണാൻ എല്ലാവർക്കും പറ്റില്ലായിരുന്നു. അതിനായി അവിടെ നടക്കുന്നൊരു വലിയ സംഗീത പരിപാടിയിൽ പങ്കെടുക്കണം. അതിനിടയിൽ ഏണസ്റ്റോ തന്റെ ഷോക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവിടെ എത്താൻ വേണ്ടി ഹെക്ടർ മിഗേലിനെ ഒരു സ്കെൽട്ടൻ രൂപത്തിൽ വേഷം മാറ്റി. ആരും അവനെ അതുകൊണ്ട് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുവരും പരിപാടിയുടെ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. വഴിയിൽ അവർ ഒരു കൂട്ടം ആളുകളെ കണ്ടു. അവിടെ ഒരു സ്കെലട്ടൻ സ്ത്രീ ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവരോടൊപ്പം പോകാൻ മിഗേലിനും ഹെക്ടറിനും ഒരു ടിക്കറ്റ് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ അവരോട് സഹായം ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഒരു കാര്യം പറഞ്ഞു. ഈ ഷോയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരാൾ മരിച്ചുപോയ ഒരു ഫേമസ് പെർഫോമർ ആണെന്നും അദ്ദേഹം ഫുഡ് പോയ്സണിങ് കൊണ്ടാണ് മരിച്ചതെന്നും. അപ്പോഴാണ് ഹെക്ടറും മിഗേലും മറ്റൊരു വഴി കണ്ടെത്തിയത്. ഏണസ്റ്റോയെ കാണണമെങ്കിൽ ആദ്യം നടക്കുന്ന കോമ്പറ്റീഷൻ ജയിക്കണം. വിജയിക്കുന്നവർക്കാണ് ഏണസ്റ്റോയുടെ അടുത്തേക്ക് പോകാൻ അവസരം ലഭിക്കുക. അതിനായി ഹെക്ടർ മിഗേലിനെയും കൂട്ടി ഗിത്താർ കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ പല സ്കെൽട്ടൻസിനെയും അവർ കണ്ടു. ചിലർക്ക് അവരുടെ ഫോട്ടോ ഓഫ്രണ്ടയിൽ ഇല്ലാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. അവിടെ വെച്ച് ഹെക്ടർ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. അവനോട് ഗിത്താർ വാങ്ങിയ ശേഷം ഹെക്ടർ മിഗേലിനൊപ്പം പാട്ടുപാടാൻ തുടങ്ങി. ആ നിമിഷം മിഗേലിന് വീണ്ടും ആത്മവിശ്വാസം വന്നു. പിന്നീട് ഇരുവരും കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തുടർന്നു. വഴിയിലായിരുന്നു ഒരു കാര്യം മിഗേൽ അറിയുന്നത്. ഹെക്ടറും ഏണസ്റ്റോയും പഴയ സുഹൃത്തുക്കളായിരുന്നു. അത് കേട്ട് മിഗേലിന് കൂടുതൽ ആവേശമായി. കാരണം ഇപ്പോൾ ഏണസ്റ്റോയെ കാണാനുള്ള വഴി കൂടുതൽ എളുപ്പമായെന്ന് അവൻ കരുതി. കോമ്പറ്റീഷൻ തുടങ്ങിക്കഴിഞ്ഞു. പലരും സ്റ്റേജിൽ വന്ന് പെർഫോമൻസ് ചെയ്യുന്നത് മിഗേൽ നോക്കി നിന്നു. പക്ഷേ തന്റെ ടേൺ എടുത്തപ്പോൾ അവന് ചെറിയൊരു പേടി തോന്നി. ഇതുവരെ ഇത്രയും ആളുകൾക്ക് മുന്നിൽ അവൻ പാടിയിട്ടില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ഹെക്ടർ അവനെ ആശ്വസിപ്പിച്ചു. പേടിക്കേണ്ടതില്ലെന്നും നിനക്ക് കഴിയുമെന്ന് വിശ്വസിക്കണമെന്നും അവൻ പറഞ്ഞു. അതിനുശേഷം മിഗേൽ സ്റ്റേജിലേക്ക് കയറി. അവൻ പാട്ട് പാടാൻ തുടങ്ങി. പാടുന്നതിനൊപ്പം ഹെക്ടറും അവനൊപ്പം ചേർന്നു. അവരുടെ പെർഫോമൻസ് അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. അതേസമയം മിഗേലിന്റെ കുടുംബവും സ്പിരിറ്റ് ക്രിയേച്ചേഴ്സിന്റെ സഹായത്തോടെ അവനെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. പരിപാടിയുടെ അവസാനം വിജയികളെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനിടയിൽ മിഗേലും ഹെക്ടറും അവിടെ നിന്ന് മാറിപ്പോയി. കാരണം മിഗേലിന്റെ ഒരേയൊരു ലക്ഷ്യം ഏണസ്റ്റോയെ കാണുക എന്നതായിരുന്നു. എന്നാൽ ഏണസ്റ്റോയുടെ അടുത്തേക്ക് എത്താൻ അത്ര എളുപ്പമായിരുന്നില്ല. സുരക്ഷാ ജീവനക്കാർ അവരെ തടഞ്ഞു. അപ്പോഴാണ് മിഗേൽ ഒരു വഴി കണ്ടെത്തിയത്. അവനൊരു ബാൻഡിന്റെ കൂടെ ചേർന്ന് അവരുടെ ഭാഗമായിട്ട് അകത്ത് കടക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒടുവിൽ ഏണസ്റ്റോയുടെ സ്ഥലത്തേക്ക് എത്താൻ അവന് കഴിഞ്ഞു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഏണസ്റ്റോയെ നേരിൽ കാണാൻ സാധിച്ചില്ല. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ മിഗേൽ ഒരു തീരുമാനമെടുത്തു. അവൻ മുകളിലേക്ക് കയറി ഗിത്താർ വായിക്കാൻ തുടങ്ങി. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരുടെ അടുത്തേക്ക് നോക്കി. പക്ഷേ അത് ഏണസ്റ്റോയുടെ പെർഫോമൻസ് തടസ്സപ്പെടുത്തി. അതിനിടയിൽ മിഗേൽ താഴേക്ക് വീണു. ഏണസ്റ്റോ ഉടനെ തന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടി ചാടി. വെള്ളത്തിൽ വീണതോടെ മിഗേലിന്റെ സ്കെൽട്ടൻ ഡിസ്ക്യൂസ് എല്ലാം പോയി. അപ്പോഴാണ് ഏണസ്റ്റോക്ക് മനസ്സിലായത് താൻ അന്വേഷിച്ചിരുന്ന ആ കുട്ടി മിഗേൽ തന്നെയാണെന്ന്. ഏണസ്റ്റോ മിഗേലിനോട് ചോദിച്ചു, നീ ആരാണ്? ഇവിടെ എങ്ങനെ എത്തി? അപ്പോൾ മിഗേൽ തന്റെ കാര്യം പറഞ്ഞു. താൻ ഏണസ്റ്റോയുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആണെന്നും തന്റെ കുടുംബത്തിൽ മ്യൂസിക് ഇഷ്ടപ്പെടാത്തവരാണെന്നും പക്ഷേ തനിക്കൊരു വലിയ മ്യൂസീഷ്യൻ ആകണമെന്നാണ് ആഗ്രഹമെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ട ഏണസ്റ്റോ വളരെയേറെ സന്തോഷിച്ചു. അവൻ മിഗേലിനെ എല്ലാവരുടെയും മുന്നിൽ തന്റെ കുടുംബാംഗമായി പരിചയപ്പെടുത്തി. ഏണസ്റ്റോ മിഗേലിനെ തന്റെ കുടുംബാംഗമായി പരിചയപ്പെടുത്തിയതിനു ശേഷം ഇരുവരും ഒരുമിച്ച് സമയം ചെലവഴിച്ചു. മിഗേലിന് അതൊരു വലിയ മൊമെന്റ് ആയിരുന്നു. ഇത്രയും നാളും ആരാധിച്ചിരുന്ന തന്റെ ഹീറോയെ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു അവൻ. അതിനിടയിൽ ഹെക്ടർ അവിടേക്കെത്തി മിഗേലിനോട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഭൂമിയിലേക്ക് തിരികെ പോയാൽ തന്റെ ഫോട്ടോ ഓഫ്രണ്ടയിൽ വെക്കാമെന്ന് മിഗേൽ വാക്ക് നൽകിയിരുന്നല്ലോ. പക്ഷേ ഹെക്ടറിന്റെ കാര്യം ഏണസ്റ്റോ അറിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറി.
അപ്പോഴാണ് ഒരു വലിയ സത്യം പുറത്തു വന്നത്. ഏണസ്റ്റോ പാടിയിരുന്ന പല പ്രശസ്ത പാട്ടുകളും യഥാർത്ഥത്തിൽ ഹെക്ടർ എഴുതിയതായിരുന്നു. എന്നാൽ ഏണസ്റ്റോ ആ പാട്ടുകൾ സ്വന്തമാക്കിയിരുന്നു. അതിലൂടെ പ്രശസ്തിയും പേരും നേടിയത് ഏണസ്റ്റോ ആയിരുന്നു. ഈ സത്യം അറിഞ്ഞതോടെ മിക്കേലിന് സംശയങ്ങൾ തുടങ്ങി. ശരിക്കും തന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആരാണ് എന്ന ചോദ്യം അവന്റെ മനസ്സിൽ വന്നു. അതിനിടയിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് ഹെക്ടറിന് തന്റെ ഭൂതകാലം ഓർമ്മ വന്നു. ഒരു ദിവസം ഏണസ്റ്റോയും ഹെക്ടറും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഏണസ്റ്റോ ഹെക്ടറിന് ഒരു ഡ്രിങ്ക് നൽകി. അതിനുശേഷം ഹെക്ടറിന് അസുഖമായി. പിന്നീട് മനസ്സിലായത് ആ ഡ്രിങ്കിൽ പോയിസൺ ഉണ്ടായിരുന്നു എന്നായിരുന്നു. തന്റെ പാട്ടുകൾ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഹെക്ടറിനെ ഏണസ്റ്റോ വഞ്ചിച്ച് കൊന്നതായിരുന്നു. ഹെക്ടർ സത്യം മനസ്സിലാക്കിയപ്പോൾ ഏണസ്റ്റോയോട് ദേഷ്യപ്പെട്ടു. പക്ഷേ ഏണസ്റ്റോ അവനെ സെക്യൂരിറ്റിയുടെ സഹായത്തോടെ അവിടെ നിന്ന് മാറ്റി. ഇതെല്ലാം കേട്ട മിഗേലിനും സത്യം മനസ്സിലാകാൻ തുടങ്ങി. അതേസമയം ഹെക്ടറും മിഗേലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹെക്ടർ തന്റെ മകളുടെ പേര് പറഞ്ഞു. അവളുടെ പേര് കൊക്കോ ആയിരുന്നു. അപ്പോൾ മിഗേൽ തന്റെ കയ്യിലുള്ള പഴയ ഫാമിലി ഫോട്ടോ എടുത്തു നോക്കി. അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ഏണസ്റ്റോ അല്ലായിരുന്നു. മിഗേലിന്റെ യഥാർത്ഥ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഏണസ്റ്റോ അല്ല, ഹെക്ടർ തന്നെയായിരുന്നു. അപ്പോഴാണ് ഹെക്ടർ ഒരു കാര്യം പറഞ്ഞത്. കൊക്കോ തന്നെ ഓർക്കുന്നിടത്തോളം കാലം താൻ ഈ ലോകത്ത് തുടരും. കാരണം തന്റെ മകളുടെ ഓർമ്മയാണ് തന്നെ ജീവനോടെ നിലനിർത്തുന്നത്. ഇതോടെ മിഗേലിന് തന്റെ കുടുംബത്തിന്റെ യഥാർത്ഥ കഥ മനസ്സിലായി. ഏണസ്റ്റോ താൻ കരുതിയ ആളല്ലെന്നും ഹെക്ടറാണ് തന്റെ യഥാർത്ഥ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നും അവൻ തിരിച്ചറിഞ്ഞു. അതിനിടയിൽ ഇമൽഡ തന്റെ സ്പിരിറ്റ് അനിമലിന്റെ സഹായത്തോടെ ഹെക്ടറിനെയും മിഗേലിനെയും കണ്ടെത്തി. അവിടെ എത്തിയപ്പോൾ ഹെക്ടറിനെ കണ്ട ഇമൽഡയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. ഹെക്ടർ കുടുംബത്തെ വിട്ടുപോയതിന്റെ ദേഷ്യം ഇപ്പോഴും ഇമൽഡയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മിഗേൽ അവരോട് സത്യം പറഞ്ഞു. ഹെക്ടർ കുടുംബത്തെ ഉപേക്ഷിച്ചതല്ലെന്നും ഏണസ്റ്റോ അദ്ദേഹത്തെ കൊന്നതാണെന്നും അവൻ പറഞ്ഞു. അതോടെ കാര്യങ്ങൾ മാറി. മിഗേലിനെ തിരികെ ഭൂമിയിലേക്ക് അയക്കാനും ഹെക്ടറിന്റെ ഫോട്ടോ ഓഫ്രണ്ടയിൽ എത്തിക്കാനും എല്ലാവരും തീരുമാനിച്ചു. അതേസമയം ഹെക്ടറിനൊരു പ്രശ്നമുണ്ടായിരുന്നു. കൊക്കോ തന്നെ മറന്നുപോയാൽ അവൻ ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാകും. അതുകൊണ്ട് സമയം കുറവായിരുന്നു. മിഗേൽ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി. ഇതുവരെ മ്യൂസിക്കിന്റെ പിന്നാലെ മാത്രം പോയപ്പോൾ കുടുംബത്തിന്റെ സ്നേഹം മറന്നുപോയെന്ന് അവൻ മനസ്സിലായി. അവൻ കുടുംബത്തോട് ക്ഷമ ചോദിച്ചു. അവസാനം അബേലിറ്റയും മിഗേലിനെ സഹായിക്കാൻ തയ്യാറായി. എല്ലാവരും ചേർന്ന് ഏണസ്റ്റോയുടെ അടുത്ത് നിന്ന് ഹെക്ടറിന്റെ ഫോട്ടോ തിരികെ നേടാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി. അതിനിടയിൽ ഏണസ്റ്റോക്കും ഒരു കാര്യം മനസ്സിലായി. മിഗേൽ തന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, ഹെക്ടറിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണെന്ന്. സത്യം പുറത്തു വരാതിരിക്കാൻ ഏണസ്റ്റോ ഫോട്ടോ തന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ മിഗേലും കുടുംബവും അത് തിരിച്ചു പിടിക്കാൻ തയ്യാറായി. അവരുടെ അടുത്ത ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: ഹെക്ടറിന്റെ ഫോട്ടോ തിരികെ വാങ്ങി അവനെ ഓർമ്മയിൽ നിലനിർത്തുക. എല്ലാവരും ചേർന്ന് ഏണസ്റ്റോയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ ഏണസ്റ്റോ സ്റ്റേജിൽ തന്റെ ഷോ നടത്തുകയായിരുന്നു. ഇതിനിടയിൽ കുടുംബാംഗങ്ങൾ ഹെക്ടറിന്റെ ഫോട്ടോ തിരികെ നേടാൻ ശ്രമിച്ചു. പക്ഷേ ഏണസ്റ്റോയും സെക്യൂരിറ്റിയും അവരെ തടയാൻ നോക്കി. അപ്പോഴേക്കും ഏണസ്റ്റോയ്ക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു. മിഗേൽ ഹെക്ടറിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണെന്നും ഇത്രയും വർഷം ഒളിപ്പിച്ചു വെച്ച സത്യം പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നും. അതുകൊണ്ട് അവൻ ഫോട്ടോ തിരികെ കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ പരിപാടിക്കിടെ ഒരു അവസരം കിട്ടി. ഏണസ്റ്റോ എല്ലാവരുടെയും മുന്നിൽ ഇമൽഡയെ സ്റ്റേജിൽ പാടാൻ വിളിച്ചു. ആദ്യം ഇമൽഡയ്ക്ക് മടിയായിരുന്നു. ഇത്രയും ആളുകളുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഹെക്ടറും മിഗേലും അവളെ സഹായിച്ചത്. ഇരുവരും ചേർന്ന് പാട്ട് തുടങ്ങാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. ഇമൽഡ പാടാൻ തുടങ്ങി. അതിനിടയിൽ കുടുംബം ഫോട്ടോ തിരികെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏണസ്റ്റോയും ഒന്നും അറിയാത്ത പോലെ നടിച്ച് ഫോട്ടോ സ്വന്തമാക്കാൻ നോക്കി. ഒടുവിൽ അവർക്ക് ഫോട്ടോ തിരികെ എടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇമൽഡ മിഗേലിന് വീണ്ടും ബ്ലെസ്സിങ്സ് നൽകി. ഈ തവണ അവൾ പറഞ്ഞത് വീട്ടിലേക്ക് തിരികെ പോയി കുടുംബത്തിന്റെ ഫോട്ടോ ഓഫ്രണ്ടിൽ വെക്കണമെന്നായിരുന്നു. കുടുംബം എത്ര പ്രധാനമാണെന്നും മിഗേലിന് ഇപ്പോൾ മനസ്സിലായിരുന്നു. അതേസമയം ഏണസ്റ്റോയുടെ വഞ്ചനയെക്കുറിച്ചുള്ള സത്യം പതിയെ പുറത്തു വരാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവർക്ക് വർഷങ്ങളായി ആരാധിച്ചിരുന്ന ആളെക്കുറിച്ച് സംശയങ്ങൾ തോന്നി. അവസാനം ഏണസ്റ്റോ ഒളിപ്പിച്ചിരുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷേ സമയം വളരെ കുറവായിരുന്നു. മിഗേലിന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഭൂമിയിലേക്ക് തിരികെ എത്തേണ്ടതുണ്ടായിരുന്നു. അതിനിടയിൽ അവനെ വീണ്ടും അപകടം കാത്തിരുന്നു. സത്യം പുറത്തു വരാൻ തുടങ്ങിയതോടെ ഏണസ്റ്റോയുടെ പേരും പ്രശസ്തിയും അപകടത്തിലായി. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും മിഗേലിനെ തടയാൻ ശ്രമിച്ചു. അതേസമയം മിഗേലിനെ ഒരു സ്പിരിറ്റ് ക്രിയേച്ചർ പിടിച്ചുകൊണ്ടുപോയി. അവനെ തിരികെ കൊണ്ടുവരാൻ കുടുംബം ശ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാം നടക്കുന്നതിനിടയിൽ ഏണസ്റ്റോ ഒന്നും അറിയാത്ത പോലെ സ്റ്റേജിലേക്ക് തിരികെ വന്നു. പക്ഷേ അവന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ പലർക്കും മനസ്സിലായിരുന്നു. അതിനിടയിൽ ഫാമിലി മെമ്പേഴ്സ് ഒരു ക്യാമറ ഉപയോഗിച്ച് എല്ലാം ലൈവായി കാണിക്കാൻ തുടങ്ങി. ഏണസ്റ്റോ ചെയ്ത വഞ്ചന എല്ലാവർക്കും അറിയണമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ മിഗേലിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോട്ടോ വെള്ളത്തിൽ വീണു. അതോടെ ഹെക്ടറിന്റെ അവസ്ഥ മോശമായി. കാരണം കൊക്കോയുടെ ഓർമ്മയിൽ നിന്ന് ഹെക്ടർ പതിയെ മായാൻ തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ സൂര്യോദയത്തിന്റെ സമയം അടുത്തു. മിഗേൽ വളരെ വിഷമിച്ചു. ഹെക്ടറിന് നൽകിയ വാക്ക് പാലിക്കാൻ കഴിയില്ലെന്ന് അവന് തോന്നി. ഇനി വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ എമൽഡ മിഗേലിന് അവസാനമായി ബ്ലെസ്സിംഗ് നൽകി. ഈ തവണ അവനെ ഭൂമിയിലേക്ക് തിരികെ അയക്കാനായിരുന്നു അവളുടെ തീരുമാനം. അങ്ങനെ മിഗേൽ വീണ്ടും തന്റെ ലോകത്തേക്ക് തിരിച്ചെത്തി. തിരികെ എത്തിയ ശേഷം അവൻ ആദ്യം പോയത് കൊക്കോയുടെ അടുത്തേക്കായിരുന്നു. ഹെക്ടറിന്റെ ഫോട്ടോ കാണിച്ച് ഇത് നിങ്ങളുടെ അച്ഛനാണ് എന്ന് അവളെ ഓർമ്മിപ്പിക്കാൻ മിഗേൽ ശ്രമിച്ചു. ആദ്യം ഒന്നും പ്രതികരിക്കാത്ത കൊക്കോ പതിയെ ആ ഫോട്ടോ നോക്കി. അവിടെ നിന്നാണ് എല്ലാം മാറിയത്. കൊക്കോയ്ക്ക് തന്റെ അച്ഛൻ ഹെക്ടറിനെ കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ വരാൻ തുടങ്ങി.
കൊക്കോയ്ക്ക് ഓർമ്മകൾ തിരികെ വന്നതോടെ മിഖേൽ അവളോട് ഹെക്ടറിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചു. അപ്പോഴാണ് കൊക്കോ തന്റെ അച്ഛനെ ഒരിക്കലും മറന്നിട്ടില്ലെന്ന് മനസ്സിലായത്. ഹെക്ടർ എഴുതിയിരുന്ന പഴയ കത്തുകളും പാട്ടുകളും അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ കത്തുകളിലൂടെ എല്ലാവർക്കും ഒരു വലിയ സത്യം മനസ്സിലായി. ഇത്രയും വർഷം ആളുകൾ ഏണസ്റ്റോയുടേതാണെന്ന് കരുതിയിരുന്ന പല പാട്ടുകളും യഥാർത്ഥത്തിൽ ഹെക്ടർ എഴുതിയതായിരുന്നു. അങ്ങനെ ഏണസ്റ്റോയുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും അറിയാൻ തുടങ്ങി. കാലം കടന്നുപോയി. പിന്നീട് കൊക്കോയും മരിച്ചവരുടെ ലോകത്തേക്ക് പോയി. അവളുടെ ഫോട്ടോ ഒഫ്രണ്ടിൽ എത്തിയതോടെ ഹെക്ടറിനും വീണ്ടും തന്റെ കുടുംബത്തോടൊപ്പം തുടരാൻ കഴിഞ്ഞു. ഒരു വർഷത്തിന് ശേഷം കുടുംബം വീണ്ടും മരിച്ചവരെ ഓർക്കുന്ന ദിവസം ആഘോഷിച്ചു. ഇപ്പോൾ ആ വീട്ടിൽ മ്യൂസിക്കിന് വിലക്കുണ്ടായിരുന്നില്ല. മിഖേൽ തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. തന്റെ സ്വപ്നമായ മ്യൂസിക് ഉപേക്ഷിക്കാതെയും കുടുംബത്തെ മറക്കാതെയും മുന്നോട്ട് പോയി. അവസാനം മിഖേൽ എല്ലാവരുടെയും മുന്നിൽ പാട്ടുപാടി. ഇപ്പോൾ ആ കുടുംബത്തിന്റെ മ്യൂസിക് വീണ്ടും തിരിച്ചെത്തിയിരുന്നു. കുടുംബത്തിന്റെ സ്നേഹവും പഴയ ഓർമ്മകളും ഒരുമിച്ച് ചേർന്ന് റിവേര കുടുംബത്തിന്റെ കഥ മനോഹരമായി ഇവിടെ അവസാനിക്കുന്നു.